അപ്പൊ ഞങ്ങൾ ഇന്നലെ നൈറ്റില് 11 മണിക്ക് കോഴിക്കോട് വരെ ട്രാവൽ ചെയ്ത് ചാവാൻ പോയി. എന്താ സിനിമ നിങ്ങൾ അധിക്ഷേപിക്കുന്നത്? ചാവ മൂവി കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. ഈ ബിസ്ക്കറ്റ് ഇന്ന് കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരു ബിസ്ക്കറ്റിന്റെ ഇടയിൽ റിവ്യൂ പറഞ്ഞപ്പോ അപ്പൊ ചാവ മൂവി ആക്ച്വലി എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് കയറാൻ കാരണം വൺ ആൻഡ് ഓൺലി ഷസാമിന്റെ റിവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ചാവ മൂവി തപ്പിപ്പിടിക്കുന്നത്. മലപ്പുറത്തില്ല, മഞ്ചേരി ഇല്ല, കോട്ടയ്ക്കില്ല, പെരുന്തൽമണ്ണയില്ല, എവിടെയില്ല. ലാസ്റ്റ് കാലിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രാത്രി പോയി കണ്ടു. അപ്പോൾ നമ്മുടെ ഛത്രപതി ശിവജി മഹാരാജിൻ്റെ മകനായ സംഭാജി മഹാരാജിൻ്റെ സ്റ്റോറിയാണ് ഈ ഒരു മൂവി പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ ചാവയായിട്ട് ഛത്രപതി സംഭാജി മഹാരാജായിട്ട് അഭിനയിച്ചിട്ടുള്ളത് none other than the man വിക്കി ഘോഷാൽ. ഒരു രക്ഷയില്ല. വിക്കി ഘോഷാലിന്റെ താടിയും മുടിയും നൃത്തവും എല്ലാം സത്യം പറയാം. മഹാരാജ് നമുക്കൊരു മഹാരാജാവ്. നമ്മളെ ബാഹുബലിയിലെ പ്രഭാസ് കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടം വലിയ രസം തരാം. പ്രഭാസ് അതിൽ കാണിച്ച ഒരു കുറെ മസിലും സെറ്റപ്പ് ഒന്നല്ല, പക്ഷെ ആ ഒരു നൃത്തം തന്നെ ആ ശബ്ദത്തിന്റെ ഒക്കെ കൂടെയാണ്. ഒരു രക്ഷയില്ല. ഡയലോഗ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരിങ്ങനെ ആ ഒരു ഫീലില്ലേ, സിനിമ കാണുന്നേക്കാളും നമ്മളിങ്ങനെ ശരിക്കും അതിങ്ങനെ ഒരു അനുഭവിക്കുന്ന ഒരു ഫീൽ ഭയങ്കര ഉണ്ട്. കാരണം അങ്ങേരുടെ ഇപ്പോൾ വിക്കി ഘോഷാലിനെ നോക്കിക്കഴിഞ്ഞാൽ ഉറി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് മൂവിയാണ് വിക്കി ഘോഷാലിൻ്റെ. അതിൽ തന്നെ വേറെ ലെവലാണ്. അതിൽ ആ സോൾജറായിട്ട് വന്നിട്ട് മൂപ്പര് പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരാളാണ്. മഹാരാജാവിൻ്റെ തന്നെ ആ ടോൺ ഉണ്ടല്ലോ, നമുക്ക് തിയേറ്ററിൽ ആ ഒരു സാധനം കിട്ടൂലോ. ആ വരവൊക്കെ ഇൻട്രൊഡക്ഷൻ സീൻ, സിംഹത്തിനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് ഫസ്റ്റ് ഹാഫ്. അയ്യോ അതൊരു അവസാനം ഞാൻ വടിയെടുത്തത് അല്ല, ഇത് തമാശയല്ല കേട്ടോ. കാരണം അതിന്റെ ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിലും ആ സീനാണെന്നുണ്ടെങ്കിലും ഒക്കെ അതൊക്കെ വേറെ ലെവല് ഹൈ ആയിരുന്നു. കളർ ടോണും കാര്യങ്ങളൊക്കെ കാണും ഭയങ്കര ഒരു അതായത് സംഗതി നമുക്ക് ഒരു മനുഷ്യൻ സിംഹത്തിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ക്രിഞ്ച് തോന്നാതിരിക്കൊന്നുമില്ല. പക്ഷേ ഇയാളുടെ ഒരു അപ്പിയറൻസ് ഉണ്ട്. ഈ മുടിയൊക്കെ അഴിച്ചിട്ട് താടിക്ക് വെച്ച് അതുകൊണ്ടാണ് അയാൾ ശരിക്കും കൊല്ലും നമുക്ക് തോന്നി. അയാളല്ല സിംഹത്തിന് മെയിൻ ഉണ്ടല്ലോ, സിംഹത്തിന്റെ താടിയും മുടിയിനേക്കാൾ കൂടുതൽ അങ്ങനത്തെ ഒരു സാധനം ഇയാൾ ആ ഒരു ഐറ്റം, ആ ഒരു രംഗം, അത് ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ ഈ സിനിമ ഫുള്ള് കൊണ്ടുപോയത് അക്ഷയ് ഖന്നന്റെ ഔറംഗസേബ്. പ്രത്യേകിച്ച് ഒന്നും സിനിമയിൽ ചെയ്യാനില്ലെങ്കിലും ആളുടെ നോട്ടം, ഇരിപ്പ്, ആദ്യം പറയേണ്ടത് അല്ലേ. ശരിക്കും ഔറംഗസേബിന്റെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മള് അങ്ങനത്തെ നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്ന ഒരു ഫേസിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഏകദേശം സ്കെൽട്ടൻ വെച്ച പോലത്തെ ഒരു മുഖം, അതേപോലെ ഇരുത്തം അങ്ങനെ പ്രത്യേക ടൈപ്പിലൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇരുത്തം, ഡയലോഗ് ഡെലിവറി എല്ലാവരും സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ ഒറ്റ നോട്ടവും പിന്നെ രണ്ട് സംസാരമൊക്കെയാണ്. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇംപ്രസീവായി തുടക്കം തന്നെ തോന്നി 1-2 ഫാക്ടർ. ഒന്ന് ഇൻട്രൊഡക്ഷൻ സീൻ, വിക്കി ഘോഷാലിന്റെ ഇൻട്രൊഡക്ഷൻ സീന്, രണ്ടാമത് ആ സിംഹത്തിന്റെ ഫൈറ്റ് ഫസ്റ്റ് ഹാഫില്, മൂന്നാമത്തെ ഒരു സാധനം ഉണ്ട് ഛത്രപതി ശിവജി മഹാരാജിനെ കുറിച്ചിട്ട് ഔറംഗസേബിന്റെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിലേക്ക് പോകുന്നത് സിംഹമാണ്. ടീമിന് പറഞ്ഞു, അതായത് 2 ശത്രുക്കളാണ്. ഒരു ശത്രുവിനെ കുറിച്ചാ പറയുന്നത്. സ്വർഗം റെഡിയാക്കിയ സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിലേക്ക് നടന്നു തന്നെ സിംഹമാണ്. ശരിക്കും ഇതൊക്കെ ഉള്ള ഒരു സംഭവം ആണല്ലോ. അതെ, അപ്പൊ ആ ഒരു മനുഷ്യനെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത്രയും അയാളെ ഇഞ്ചിഞ്ചായി കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ആളപ്പുറത്ത് വന്നിട്ട് ഇയാളെ പറ്റി ഇങ്ങനെ പൊക്കിയടിച്ച് സംസാരിക്കുമ്പോഴേ എന്നിട്ടാണ് മകം വരുന്നത്. പിന്നെ നമുക്ക് ഈ സിനിമയിൽ ഇപ്പൊ ഞാൻ പല സിനിമകളിലും രശ്മിക മന്ദാന ഓവറാണ്, ക്രിഞ്ചാണ്. പല സിനിമയിലും ഇപ്പൊ പുഷ്പയിലൊക്കെ അത്ര വെറുപ്പിക്കലായിരുന്നു. പക്ഷെ ഇതിലൊരു ആവറേജ് മീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവം എന്ന് പറയാനില്ല, അത്രയും പെർഫോം ചെയ്യാനുള്ളതൊന്നും ഇല്ല അവർക്ക്. ഒരു ഓക്കെയാണ് അവരങ്ങനെ. പിന്നെ എന്താ പറയാ, ഇതിലാ ലാസ്റ്റ് കുറച്ച് സമയങ്ങളിലും അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു രാജാവിന്റെ വൈഫൊക്കെ ആയതുകൊണ്ടായിരിക്കണം അല്ലെ, അവര് സാധാ സ്ത്രീകളെ പോലെ കരച്ചിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു അന്നത്തെ കാലങ്ങളിലൊക്കെ അങ്ങനെ രാജാവ് യുദ്ധത്തിന് അറിയാം പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോ ഛത്രപതി സംഭാജി മഹാരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഛത്രപതി ശിവജി മഹാരാജിന്റെ അത്രത്തോളം എനിക്ക് അറിയില്ല, ആളുകളുടെ ഇടയിൽ ഒരു ഫെയിം അല്ല, ഇല്ല, ഒരു എല്ലാവർക്കും അറിയാം. സംഭാജി മഹാരാജിനെ ആർക്കും അറിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ടർ. അത് നമുക്ക് കിട്ടും.
അല്ല ചിലപ്പോ വല്ല അറിവുള്ളവരുണ്ടാവും, നമുക്കറിയില്ല. നമുക്കറിയില്ല, വീർ മറാഠാസിനൊക്കെ അറിയണ്ടാവും, നമുക്ക് വലിയ പിടുത്തല്ല. പക്ഷെ നമുക്കിപ്പോ ഒരു പുതിയൊരു ഒരു 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 അധ്യായം നമുക്ക് കാണിച്ചു തരാണ് സത്യത്തിൽ. പലരും ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയാണ്, ഇതൊരു പ്രൊപ്പഗണ്ട മൂവി അല്ല. ഞാൻ ഈ പടം കാണാൻ പോകുന്നതിന് മുമ്പ് സംഭാജി മഹാരാജിനെ കുറിച്ചുള്ള ഒരു കഥ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ പേര് നറേറ്റ് ചെയ്ത് കേട്ടുപോയൊരു മനുഷ്യനാണ്. ഔറംഗസേബിനെ ആയിട്ട് അയാൾ എങ്ങനെ ഫൈറ്റിന് പോകുന്നു, ഔറംഗസേബിനെ ആയിട്ടുള്ള ഫൈറ്റിൽ ഇയാളെ അവർ ബന്ദിയാക്കി. ഇത് കഥയാണ്, ഇത് സിനിമേൻ്റെ കഥ, എല്ലായിടത്തും ഉള്ള കഥ, സെയിം കഥ തന്നെയാണ്. പിടിച്ചെടുത്തതിന് ശേഷം ആ വ്യക്തിയോട് ഔറംഗസേബ് ചെയ്യുന്ന ക്രൂരതകളും ആ ക്രൂരതയിലും നിന്നിട്ട് ആ മനുഷ്യൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനം, അത് ഭയങ്കര ഇമ്പോസിബിൾ ആണ്. ഇപ്പൊ കഥ പറഞ്ഞും അല്ലെങ്കിൽ കഥ വായിച്ചും കഥ കേട്ടിട്ടും നമുക്ക് അറിയുന്ന നമ്മളൊരു വിഷ്വലൈസേഷൻ നമ്മളെ മനസ്സിനകത്തുണ്ട്. അപ്പൊ ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് എനിക്കറിയാം സംഭാജി മഹാരാജാവിനെ പിടിച്ചുകൊണ്ടുപോകും, കണ്ണ് പറിക്കും, നഖം പറിക്കും, നാക്ക് വെട്ടും, മേല് ഫുള്ള് മറ്റേ മീൻ മുറിഞ്ഞ് വരയണ സീനൊക്കെ ഉണ്ടല്ലോ, അറിയാതെ എന്തോ പറയാൻ തോന്നുന്നു. അങ്ങനെ അതൊക്കെ നമുക്കറിയാം, കഥകളിൽ ഉള്ളതാണ്. പക്ഷെ ആ സീനിന് നമുക്ക് ആ തിയേറ്ററിനകത്ത് ആ ഒരു ഇമോഷൻ നമ്മളിലേക്ക്, അത് നമുക്ക് വരുന്നത് സങ്കടമല്ല, നമുക്ക് വരുന്നത് ദേഷ്യമാണ്. അതായത് ഈ ഓപ്പോസിറ്റ് അയാൾക്ക് കൊടുക്കണ ഓരോ അടികളും നമുക്ക് കാരണം എന്താ, ആ ക്യാരക്ടർ വിക്കി കൗശാലിനെ അവിടെ കരയാൻ പറ്റില്ല, ആ ക്യാരക്ടറിൽ വിക്കി കൗശാലിനെ അവിടെ ശബ്ദം ഉണ്ടാക്കി അലറാൻ പറ്റില്ല. ആ കണ്ണ് രണ്ട് കുത്തി പൊട്ടിച്ചിട്ട് നിക്കണ്ടല്ലോ, ആ നൃത്തം, അതൊക്കെ ഒരു സ്പെഷ്യൽ സാധനം അല്ലേ, ഭയങ്കരമായിട്ടോ. കാരണം അവിടെ പറ്റ വീഴാനായിട്ട് എന്നിട്ടും ആ വിരിച്ചുള്ള നൃത്തം. ഒരു നാഷണൽ അവാർഡ് എനിക്ക് സാധ്യത എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പെർഫോമൻസിന്. പക്ഷെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. എനിക്ക് എവിടെയോ ഒരു വിക്കി കൗശാലിന് ഒരു നാഷണൽ അവാർഡ് ചാൻസ് തോന്നുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട്. പിന്നെ നമ്മുടെ ഇവര് ദിവ്യാദത്തിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതായത് രാജമാതയായിട്ടാണ് അവരുള്ളത്. അവരുടെ ആ ഒരു വെനം ഫീലിംഗ് ഉണ്ട്. അതായത് എല്ലാ ഇങ്ങനത്തെ രാജാവ് റിലേറ്റഡ് സ്റ്റോറികളിലൊക്കെ എപ്പോഴും ഒരു വിദൂഷകൻ, ഒരു രാജമാതാവ് സ്ക്രൂ കൂട്ടി കൊടുക്കുന്ന ഒരു തരം ക്യാരക്ടർ കാണും. അത് കൃത്യമായിട്ട് ദിവ്യാദത്ത് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഒരു പരിധി വരെ അവരുടെ ആ ഒരു ഗ്രേ ഷെയ്ഡ്, അവരുടെ ആ ഒരു വെനംനെസ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. നമ്മളുടെ ഒരു പരിധി വരെ നമ്മൾ വിചാരിക്കും ഇവരായിരിക്കും ഓടയിനി എന്നുള്ള രീതിയിൽ വരെ നമ്മളെ ഊഹിപ്പിച്ച് കൊണ്ടുപോകാൻ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്ത് ഭയങ്കരമായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ലസേന എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്ന കുറേ പേരുണ്ട്, ഒരുപാട് പേരുണ്ട് അതിനകത്ത് നമ്മൾ മലയാളികൾക്ക് തന്നെ പരിചയമുള്ള പ്രദീപ് സിംഗ് റാവത്ത് ഉണ്ട്, പിന്നെ നമ്മളെ അശുതോഷ് റാണ. ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്കാണ് അല്ലേ. ഇവരൊക്കെ ഈ സംഭാജി മഹാരാജിൻ്റെ അടുത്തേക്ക് ഔറംഗസേബ് വരുന്ന സെക്കൻഡ് ഹാഫാണ്, അതായത് കോൺകർ ചെയ്യാൻ വരുന്ന സെക്കൻഡ് ഹാഫിൽ നമ്മളിപ്പോൾ ബാഹുബലി കണ്ടു, അങ്ങനെ കുറേ സിനിമകൾ കണ്ടു, അതിലൊക്കെ ഓരോ യുദ്ധത്തിൻ്റെ അഡാപ്റ്റേഷൻ നമ്മൾ കണ്ടു അല്ലേ, പല രീതിയിലുള്ള അഡാപ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. ഇതിനകത്തുള്ള അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കാടിൻ്റെ ഉള്ളിൽ മറ്റേ പതുങ്ങിയിരിക്കുക, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരിക, അതിൻ്റെയൊക്കെ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒട്ടും എവിടെയും എന്തില്ല. ഇപ്പോൾ ആദിപുരുഷൻ നമ്മൾ കണ്ടു, ഇത്രയും കോടി പൊട്ടിച്ച് പാപ്പർ അടിച്ചുകൊണ്ട് എത്രയോ കോടിക്കണക്കിന് സിനിമകൾ പൈസ കൊടുത്ത് അത്രയും കോടികളൊന്നും ചിലവുണ്ടാവില്ല, പക്ഷെ വിഷ്വലി കാണാൻ ഭയങ്കര രസമാണ്. മേക്കിംഗ് അല്ലേ, അസാധ്യ മേക്കിംഗ് ആണ്. പിന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ഫാക്ടർ ഉണ്ട്. ഏറ്റവും വലിയ ടോപ്പാണ് ആരറിയോ, ഇയാള് എ.ആർ. റഹ്മാൻ. ചെങ്ങായിൻ്റെ മ്യൂസിക്. ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ മുതൽ എനിക്ക് ഇങ്ങനെ ചെറുതായി കിട്ടിത്തുടങ്ങി. ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ചിത്തുവായനോട് പറഞ്ഞു പടത്തിനകത്ത് ഇങ്ങനെ സാധനങ്ങളുണ്ട്. ഞാൻ ഇന്നലെയും ഇന്നൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്ത് വീണ്ടും ഇതിൽ ആ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കേക്ക്, ഭയങ്കര ഭീകര സാധനമാണത്. അത് ആ ഒരു മൂവിനെ നല്ല ഫീൽ ചെയ്യിപ്പിക്കുന്ന സാധനം. ആ വിഷ്വലും എ.ആർ. റഹ്മാന്റെ എഫക്റ്റും കൂടി വരുമ്പോണ്ടല്ലോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഭയങ്കര 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 ഒരു, ഇപ്പോൾ എനിക്കിതിനു മുമ്പ് അങ്ങനത്തെ ഒരു ഫീല് വന്നിട്ടുള്ളത് ജോധ അക്ബറാണ്. ജോധ അക്ബർ ഇപ്പം ഈ പറഞ്ഞ പോലത്തെ ഒരു സംഗതിയാണ്. അതിങ്ങനെ കയറും, കാലം പഴകുന്തോറും അത് കയറി വരും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പടത്തിനകത്തും. എന്താണെങ്കിലും ബ്രില്യൻ മൂവി, മാസ്റ്റർ ക്ലാസ് മൂവി. ഹിന്ദി സിനിമയ്ക്ക് ഒരു പിടിവള്ളിയാണ് ശരിക്കും ചാവ. അതിനെ പ്രോപ്പഗണ്ട മൂവിന്നോ ബാക്കി എന്തെങ്കിലും മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെന്ത് പ്രോപ്പഗണ്ട കാണാൻ മാത്രമുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് ഹിസ്റ്ററി റിട്ടേൺ അത് തന്നെയാണുള്ളത് അല്ലേ. അതെ തീർച്ചയായിട്ടും ഹിസ്റ്ററിയിൽ എന്താ എഴുതിയുള്ള അത്രേ ഉള്ളൂ അതിനകത്ത്. ഇനിയിപ്പോ ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ ചെയ്തത് എന്താ, സംഭാജി മഹാരാജ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരു സൂപ്പർ ഹ്യൂമൻ ആയിട്ട് അവർ പോർട്രേറ്റ് ചെയ്തു. ഫൈൻ. കാരണം ഇവിടുത്തെ എന്താ പറയുക, പല പ്രൊപ്പഗണ്ട സിനിമകൾ, പറഞ്ഞു വരുന്ന സിനിമകളിലും പറയാതെ വരുന്ന സിനിമകളിലും പല ക്യാരക്ടറുകളിലും എന്തുണ്ട്, ആ ഒരു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ, ലാർജർ ദാൻ റിയൽ ലൈഫ് സാധനങ്ങൾ
കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമയ്ക്ക് വരുമ്പോൾ എന്തായാലും ഉണ്ടാവും. അതെ, അത് സിനിമയ്ക്ക് വരുമ്പോൾ എന്താണെങ്കിലും അത്രയും വലിയൊരു രാജാവിനെ കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിക്കി കൗശാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിത്തുഭായി പറഞ്ഞ പോലെ ബാഹുബലിയിലെ പ്രഭാസിനെ പോലെ ഒരു ഭയങ്കര വലിയ ഒരു ജൊമട്ട് ഫിഗർ ഒന്നുമല്ല അല്ലേ. അവിടെയാണ് ആക്ടിങ്. അയാൾ ആക്ട് ചെയ്ത് നമുക്ക് ആ മസിലൊക്കെ ഉള്ള ഒരാളെ പോലെ തോന്നിപ്പിക്കുന്നത്. അയാളെ മസിൽ കാണിച്ചതും അയാളെ മസിൽ കാണുന്നതും എപ്പോഴാ? സാധാരണ എന്താ ചെയ്യണ്ടേ, ആ രാജാവിന് മസിൽ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ബാക്കി പടത്തിലെ പോലെ 2 ആനയും 2 പോത്തിനെയും കൊടുത്ത് 2 മൽപ്പിടുത്തം പിടിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സോങ്ങോ അല്ലെങ്കിൽ അയാളെ വെള്ളത്തിന് പൊന്തി വരുന്ന സീനോ അങ്ങനെ സാധനങ്ങളൊക്കെ പിടിച്ചാൽ മതി. പക്ഷെ ഇത് ഇയാളുടെ ശക്തി എങ്ങനെയാ തെളിയിക്കണേ സംഭാജി മഹാരാജിന്റെ. അയാളെ പവറാണ് സംസാരം. അയാൾ ആ സംസാരത്തിൽ ഇങ്ങനെ സാധനം പിടിച്ചിട്ട് അവരെ ഇടയിലൊരു നൃത്തമൊക്കെ ഇങ്ങനെ മൂപ്പര് ആ കുതിരേനെ പിടിച്ചാ അവരെ ബ്ലോക്ക് ചെയ്യുമ്പോഴൊക്കെ ചാടിലൊരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഈ സിനിമയ്ക്ക് വേറെയും കൂടി ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റില്ല. സിനിമ പോലെ തന്നെയാണ്. അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ തേടി പിടിച്ച് എവിടെ ഉള്ളത് നോക്കി കാണാം. എല്ലായിടത്തും കാണണം സാധനം എന്താണെങ്കിലും കൊള്ളാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്തുള്ള തിയേറ്ററിൽ നിന്നൊക്കെ പോണതിന്റെ മുന്നേ ഓടി പിടിച്ച് പോയി അല്ല, അടുത്ത് കാണാൻ ഉള്ളവരൊക്കെ അടുത്ത് പോയിട്ട് എവിടെന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു തിയേറ്ററിക്കൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടും. OTT-ൽ വരുമ്പോൾ ഈ ഒരു സംഗതിയുടെ ഒരു കണ്ട തിയേറ്ററിന്റെയും കൂടെ ഒരു ഗുണം ഉണ്ടാവും അല്ലേ. നമ്മൾ സിനിപോളീസിലാണ് കണ്ടത്. നല്ല തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ആംബിയൻസിൽ നിങ്ങൾക്ക് പടം നല്ല അടിപൊളിയായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാവ കണ്ട എക്സ്പീരിയൻസ്. രാത്രി 11 മണിക്ക് പോയിട്ടും നല്ല വേർത്തി ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ പുലർച്ചെ പോയ പടങ്ങളും നമുക്ക് അടി തന്നിട്ടുണ്ട്. നട്ടപാതിരയ്ക്ക് ഞങ്ങൾക്ക് അടി തന്നു. 2 മണിക്കും 4 മണിക്കൊക്കെ 2 മണിക്കും 4 മണിക്കൊക്കെ പോയിട്ട് പല പ്രമുഖരുടെയും പടം കന്ന് നമുക്ക് അടി കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിൽ ചാവ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ചാവ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഡോപ്പ് തന്നിട്ടാണ് നമ്മൾ ഇറക്കി വിട്ടത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി. കാണുന്നവരൊക്കെ അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയിട്ട് മസ്റ്റ് വാച്ച്. വിക്കി കൗശാൽ വേറെ ലെവൽ. എന്തായാലും നിങ്ങൾക്ക് നഷ്ടാവില്ല. കാണാൻ നഷ്ടാവില്ല.